ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് മാരുതി സുസുക്കി ആൾട്ടോ K10 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൻഡർ ഹാൻഡിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി ഈ ഭാഗത്താണെങ്കിൽ വൈൻഡർ ഹാൻഡിൽ നമ്മൾ ഗ്ലാസ് കുക്കുകയും താക്കുകയും ചെയ്യുന്ന വൈൻഡർ ഹാൻഡിൽ ഇതിനുള്ളിൽ നിന്ന് പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാറുന്നത്, ഇതിൻ്റെ വൈൻഡർ ഹാൻഡിൽ നമുക്ക് എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ വൈൻഡർ ഹാൻഡിൻ്റെ ഈ ലോക്ക് ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഹാൻഡിൽ ഉൾപ്പെടെ പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ നിന്ന് പൊട്ടി പോയതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡോർ പാഡ് അഴിക്കണം. ഡോർ പാഡ് അഴിച്ചിട്ട് ഇതിൻ്റെ വൈൻഡർ അസംബ്ലി മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൻ്റെ വൈൻഡർ അസംബ്ലി അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പിനകത്ത് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്രൂ അഴിച്ചെടുക്കാം. ഈ ടൈപ്പ് സ്റ്റാറിൻ്റെ സ്ക്രൂ ആയിരിക്കും ഇതിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഇന്നർ ഹാൻഡിലിനെ ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് ഊരി കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെയുണ്ട്, അതുപോലെ ഇതിൻ്റെ താഴെയും ഒരു ലോക്കുണ്ട്. അത് ഈ ഹോളിനുള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെയാണിത് നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി വരുന്നതായിരിക്കും. അല്ല, ഇത് ഊരിയെടുക്കാതെ നമ്മൾ ഡോർ പാഡ് അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു സ്റ്റാറാണ്. ഈ സ്റ്റാർ ഇപ്പോൾ ലൂസായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കപ്പ് ഉൾപ്പെടെ ഇങ്ങനെ മാറ്റി വെക്കുക. അതിനുശേഷം ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു ബുള്ളറ്റ് ക്ലിപ്പ് വരുന്നതാണ്. പക്ഷേ ബുള്ളറ്റ് ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ഡോർ പാഡ് അടിയിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഡോർ പാഡ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളിലായിട്ട് കയറ്റി വിടുക, നേരെ പൊക്കിയെടുക്കുക. ഇപ്പോൾ ഡോർ പാഡ് ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡസ്റ്റ് കവറാണ് അയക്കേണ്ടത്. അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ ഡസ്റ്റ് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നാണ് ഇത് പൊട്ടിപ്പോയേക്കുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന 4 സ്റ്റാറിൻ്റെ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡർ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഫ്രണ്ടിലെ വൈൻഡർ അസംബ്ലി അപേക്ഷിച്ച് ബാക്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാം. ഇത് സ്റ്റാർ അഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ കൊത്തിയോ അഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റാർ അഴിച്ചെടുക്കാനായിട്ട് ഇതിൽ നോക്കിയിട്ട് ജസ്റ്റ് ഇത് ഒരു സ്ക്രൂവും അഴിയുന്നില്ല. സാധാരണ വൈൻഡറുകളെല്ലാം അങ്ങനെയായിരിക്കും. നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇത് മാറാൻ നോക്കുമ്പോൾ മൊത്തം സ്ക്രൂവും ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൊത്തി ചിസിൽ വെച്ചിട്ട് കൊത്തി അഴിക്കാനായിട്ട് സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇമ്പാക്റ്റ് വെച്ചിട്ട് നമുക്ക് അഴിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ലൂസിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ലൂസായി. ഇപ്പോൾ ലൂസായിട്ടുണ്ട്. ലൂസായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ബോൾട്ടും ലൂസായിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്ക്രൂവും അഴിച്ചെടുക്കാം. ഈ സ്ക്രൂ നമുക്ക് ജസ്റ്റ് ആദ്യം ലൂസ് ചെയ്ത് വെക്കാം. ബാക്കി 3 സ്ക്രൂവും അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഇതേപോലെ ജസ്റ്റ് 3 സ്ക്രൂ അഴിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഗ്ലാസ് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ശേഷം നമ്മളിപ്പോൾ ആ സ്ക്രൂ അങ്ങ് വിട്ടിട്ടുണ്ട്. വൈൻഡർ നേരെ താഴെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻഡർ എടുക്കാം.
നമ്മളിപ്പോൾ വൈൻഡർ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണിത് പൊട്ടി പോയേക്കുന്നത്. ബാക്കിലെ വൈൻഡറിനെ അപേക്ഷിച്ച് ഈ ഒരു ലോക്ക് മാത്രമേ വരുന്നുള്ളൂ. ഈ ഗ്ലാസ്സിൽ നമ്മൾ ഈ കാണുന്ന ചാനലിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇടുന്നതാണ് ബാക്കിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പൊട്ടിപ്പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വൈൻഡർ അസംബ്ലി മാറാം. നമ്മളിപ്പോൾ പുതിയ വൈൻഡർ അസംബ്ലി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ വൈൻഡർ അസംബ്ലി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക സെയിം ആണോ എന്നുള്ളത്. കറക്റ്റ് സെയിം ആണ് വരുന്നത്. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചിട്ട് ഈ ഭാഗത്തായിട്ട് ഇടണം. അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് കയറ്റി വെക്കാനായിട്ട് ഈ സ്ക്രൂ ഫസ്റ്റ് ഇതിൽ ഊരിയിടുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ശകലം ഗ്രീസ് തേച്ച് കൊടുക്കുന്ന നല്ലതായിരിക്കും. ആ കുറച്ച് പുതിയത് വരുമ്പോൾ കുറച്ച് ഗ്രീസേ കാണുള്ളൂ. കുറച്ച് ഗ്രീസ് കൂടെ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലും ഗ്രീസ് തേച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ഗ്രീസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീസ് തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ സ്ക്രൂ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന റൗണ്ട് ഇതിനുള്ളിലായിട്ടാണ് കയറ്റി വീഴേണ്ടത്. അതായത് ഈ ഭാഗത്തൂടെ ഇങ്ങനെ കയറ്റി വേണം. അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെയാണ് കയറ്റി വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ് കുറച്ച് പൊക്കി വെക്കുക. നമ്മളിപ്പോൾ ഗ്ലാസ് പൊക്കി വെച്ചു. അതിനുശേഷം ഈ വൈൻഡർ ഇതിനുള്ളിലൂടെ കയറ്റി വിടുക. കയറ്റി വിട്ടതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ട വൈൻഡറിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗം ഇതിനുള്ളിലായിട്ട് കയറ്റി വിടണം. നമ്മളിപ്പോൾ ഇതിനുള്ളിലായിട്ട് കയറ്റി ഇടുകയാണ്. ഇപ്പോൾ ക്യാമറയിൽ കറക്റ്റ് കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ ആ വീല് നമ്മൾ കയറ്റിയിട്ടിട്ട് അതിന് ശേഷം നേരെ വൈൻഡർ മുകളിലോട്ട് കൊണ്ടുവരിക. ഈ ഹോളിൽ കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം നേരെ ഗ്ലാസ് നമ്മൾ കുറച്ച് താത്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഈ സ്ക്രൂവിൻ്റെ ഭാഗം ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഭാഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് കയറ്റിയിടുക. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നമ്മൾ ഈ ലോക്കിൽ കയറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ ഒരു വൈൻഡറിൻ്റെ ആ റൗണ്ട് ഭാഗം നമ്മൾ കയറ്റി ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ക്രൂ എല്ലാം പിടിപ്പിക്കാം. ഈ സ്ക്രൂവിൻ്റെ ഹോള് കറക്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഗ്ലാസ്സിൽ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കൈ കൊണ്ട് പൊക്കിക്കഴിഞ്ഞാൽ ഈ ഹോള് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് സ്റ്റാർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. ബാക്കിലെ ഗ്ലാസ്സിന് വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഫ്രണ്ടിലെ ഗ്ലാസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ വൈൻഡർ തന്നെ ഇതേമാതിരിയുള്ള വൈൻഡർ അല്ല വരുന്നത്. 2 സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ ഈ ചാനലിൽ പിടിപ്പിക്കുന്ന ടൈപ്പ് വൈൻഡറാണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്ക്രൂ നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻഡർ ഹാൻഡിൽ വെച്ചിട്ട് ഇത് ഗ്ലാസ് കയറുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം. നമ്മളിട്ടു. താത്തു. അതുപോലെ തന്നെ ഇട്ടു. അപ്പോൾ സിമ്പിളായിട്ട് ഗ്ലാസ് പൊങ്ങിയും താഴെയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. കവറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അഴിക്കുന്ന സമയത്ത് ഈ ലിവർ ഇവിടെ ഫ്രീ ആയിട്ടാണ് കിടന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ടാണ് പറഞ്ഞത്. ഈ സെൻട്രൽ ലോക്കിൻ്റെ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്ത സമയത്ത് ഈ റോഡ് ഇതിൻ്റെ നമ്മൾ അകത്തുനിന്ന് തുറക്കുന്നതിൻ്റെ റോഡ് മാറിപ്പോയതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്കിത് മുകളിൽ ഇടാനായിട്ട് ഈ ലിവർ ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ട് വേണം ഇതിന് മുകളിലായിട്ട് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് അഴിച്ചെടുക്കുക. ഇവിടെ ഒരു ചെറിയ ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് അഴിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ലിവർ നമുക്ക് ഊരി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഭാഗത്തായിട്ട് ഇതിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുമോയെന്നറിയില്ല. കറക്റ്റ് ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം.
അതിനുശേഷം നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഇത് വരേണ്ടത്. ഇങ്ങനെ വന്നാൽ മാത്രമേ ഇത് കറക്റ്റ് അലൈനായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ആ ലോക്ക് ഊരിയിട്ട് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ റോഡ് കിടന്നത് ഇതിനുള്ളിൽ കൂടെ വന്നിട്ട് ഇങ്ങനെയാണ് കിടന്നത്. അതുകൊണ്ടാണ് ആ റോഡിന് മുകളിലായിട്ട് ഈ റോഡ് കിടന്നത്. കാരണം ഈ സെൻട്രൽ ലോക്കിൻ്റെ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റോഡ് താഴോട്ട് പോയപ്പോൾ അത് അങ്ങനെ എടുത്ത് ഫിറ്റ് ചെയ്താകാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡസ്റ്റ് കവർ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഡസ്റ്റ് കവറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡ് മാറ്റിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടാണ്. നമ്മൾ അഴിക്കുന്ന സമയത്ത് ഈ റോഡ് താഴെയാണ് കിടന്നത്. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡോർ പാഡ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഡോർ പാഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡോർ പാഡ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഹാൻഡിൽ ഇതിനുള്ളിലായിട്ട് കയറ്റി വിടുക. അതിനുശേഷം ഈ കാണുന്ന റോഡ് നമ്മുടെ ലോക്ക് അൺലോക്ക് ചെയ്യുന്നത് ഭാഗം ഇങ്ങോട്ട് കയറ്റി വിടുക. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗം കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് താഴോട്ട് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കറക്റ്റ് ലൊക്കേഷനിൽ ഡോർ പാഡ് പോയി കിടക്കും. അത് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് വിടുക. അപ്പോൾ ഡോർ പാഡ് ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ലോക്കിലിടുക, ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്യുക. ഇപ്പോൾ അത് ലോക്കിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ക്രൂ പിടിപ്പിക്കാം. ടൈറ്റ് ചെയ്തു. നമുക്ക് ഈ ഒരു സ്ക്രൂ ആണ് പിടിപ്പിക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ ഹാൻഡിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോർ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഈ ലോക്ക് കറക്റ്റായിട്ട് ഇതിൽ ഇടുക. അതിനുശേഷം നേരെ ഇതിൽ കൊണ്ടുവെക്കുക, പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കാവും. ഇനി നമുക്ക് ഗ്ലാസ് പൊങ്ങുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഗ്ലാസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ K10ൻ്റെ ബാക്കിലത്തെ വൈൻഡർ അസംബ്ലി ഇതുപോലെ പൊട്ടിപ്പോയത് നമ്മൾ മാറുന്നതാണ് ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ആൾട്ടോ K10 ആൾട്ടോ ആ കാറ്റഗറിയിൽപ്പെട്ട വണ്ടികൾക്കൊക്കെ ഈ ഒരു ടൈപ്പിലായിരിക്കും ബാക്കിലത്തെ വൈൻഡർ അസംബ്ലി നമ്മൾ മാറി. ഇത് കോമൺ ആയിട്ട് പൊട്ടിപ്പോകുന്നതാണ്. കുറേ റഫ്യൂസ് വരുമ്പോഴും അതുപോലെ തന്നെ കാലപ്പഴക്കം കൊണ്ടും ഇതിനുള്ളിൽ നിന്ന് പൊട്ടിപ്പോകാറുള്ള ഇത് സാധാരണ കേസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ K10ൻ്റെ ബാക്കിലെ വൈൻഡർ അസംബ്ലി മാറുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.